ബാലേന്ദ്രൻ ചുള്ളിക്കാടുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചു സാറ്. അതുപോലെ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണെന്ന് തോന്നുന്നു എം ടി വാസുദേവൻ സാറ്. സാർ കാരണം അദ്ദേഹത്തിൻ്റെ വിഷയം എടുത്തിട്ട് സിനിമ ചെയ്യുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഒരു സിനിമ എടുക്കുകയും ചെയ്തു. ഡോക്യുമെൻ്ററി എം ടി കഥയും കാലവും എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി എടുക്കുകയും ചെയ്തു. വ്യക്തിപരമായിട്ട് നിങ്ങൾ വളരെ അടുപ്പമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു സൗഹൃദത്തെക്കുറിച്ചും ഒന്ന് പറയാം. ഇല്ല, സൗഹൃദമല്ല, അതിനപ്പുറം എന്താ പറയുക, ഞാൻ ഈ ചിരുന്ന കാലം മുതൽ എനിക്കൊരു ആരാധന. ഞാൻ 10ാം ക്ലാസ്സിലായിട്ട് പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആദ്യം വായിക്കുന്ന കൃതി കാലമാണ്. ഞാൻ ആദ്യം ഇത് അന്ന് എനിക്ക് കുറച്ച് അങ്ങനെ അറിഞ്ഞൊന്നും കൂടില്ല. കാലം ഇങ്ങനെ വായിച്ചു കഴിയുമ്പം അന്ന് അത് കേരള ശബ്ദത്തിൽ സീലൈസ് ചെയ്യുന്നതാണ്. അപ്പം കേരള ശബ്ദം ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് വായിക്കുന്നത്. വായനയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയമാണ് കുറേ കിട്ടുന്ന ഇതൊക്കെ. അപ്പം വായിച്ചപ്പോഴാണ് ഇതെന്താ ഇങ്ങനൊരു മലയാളത്തിൽ ഇങ്ങനൊരു റൈറ്റർ. അപ്പം അന്ന് വരെ എൻ്റെ മനസ്സിൽ എനിക്കൊരു ആരാധന വന്ന് നിൽക്കുന്നത് പാറപ്പുറമാണ്. ശരി, പാറപ്പുറത്ത് നമ്മുടെ ഈ മുട്ടത്തുറക്കിന്ന് തുടങ്ങി ഇങ്ങനെ കയറി പെട്ടെന്ന് പിന്നെ ഞാൻ ഈ ലൈബ്രറി പോയിട്ട് ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും, അസുരവിത്ത്, അങ്ങനെ എല്ലാ കൃതികളും എടുത്ത് വായിക്കുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ആരാധന ഉണ്ടല്ലോ, അതിങ്ങനെ മനസ്സിൽ കിടന്നു. ഞാൻ പിന്നെ പിൽക്കാലത്ത് എനിക്ക് ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് കുറച്ച് കാലം ഞാൻ കോഴിക്കോട് ജോലിയായിട്ടിരുന്നു. വളരെ ചെറിയവർ കോഴിക്കോട് ജോലിയായിട്ട് പോകുമ്പം ചെന്ന് അവിടെ ജോയിൻ ചെയ്തിട്ടൊക്കെ ആദ്യം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് ഇങ്ങനെ പരിചയപ്പെടുന്നത്. ഞാൻ കൊച്ചു പയ്യനാണത്, ഒരു വയസ്സ്. അപ്പം പറയണം, അതൊന്നും പിൽക്കാലത്ത് ഞാൻ ഓർക്കണമെന്നില്ലല്ലോ അത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പച്ച പിടിച്ച് നിൽക്കുന്ന, ഞാൻ ജനലും അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത. അത് പിന്നെ സിനിമയിൽ വന്നപ്പം പരിചയപ്പെടുകയും എനിക്ക് അദ്ദേഹത്തെ വെച്ചൊരു അദ്ദേഹത്തിൻ്റെ തിരക്കഥ ആസ്മാവൊക്കെ ഒരു സിനിമ ചെയ്യാനുള്ള എൻ്റെ ആഗ്രഹം പറയും, ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അതിന് അങ്ങനൊരു അവസരം വന്നത്. അപ്പോൾ ഈ നിരന്തരം കാണുന്നതിനിടയിൽ വളരെ ഒരു മാനസികമായ ഒരടുപ്പം അദ്ദേഹത്തിന് എന്നോടൊരു വാത്സല്യം, എനിക്ക് ഒരു താല്പര്യത്തെക്കാരും കൂടെ അതിന് പറയേണ്ട ഒരു വാത്സല്യം വന്നു. ഈ ഹരി എന്നൊക്കെ വളരെ സ്നേഹത്തോട് വിളിക്കുന്ന എനിക്ക് വളരെ അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു എൻ്റെ ഭാഗ്യം എന്നാണ് കരുതുന്നത്. അല്ല, അത് പ്രത്യേകിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ വല്ലാത്തത് തോന്നുന്നു. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് വേറൊരു രീതിയിലാണ്. അദ്ദേഹം ആ ഒരു വ്യക്തിത്വത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് അടുക്കാൻ അത് അടുത്ത് കഴിയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര വളരെ അരകണ്ടാണ് ഉള്ള ഒരാളാണ് ശരിയായിരിക്കാം. അദ്ദേഹത്തിന് താല്പര്യം ഇല്ലാത്തോടെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. അത് ഞാൻ ഇരിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ വരുമ്പോൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ വിളിച്ച് ഇങ്ങനെ ഉണ്ടായി പറയാം എന്ന് പറഞ്ഞ് വളരെ അടുപ്പമുള്ളവരോട് വളരെ തുറന്ന് സംസാരിക്കും. ഡിസ്കസ് ചെയ്യുക. ഞാനിവിടെ കിട്ടിയപ്പോഴാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ട് പറഞ്ഞത് എം ടിയുടെ ചിരിക്കുന്ന അപൂർവം ചിത്രങ്ങളിലൊന്ന് പറയാറുണ്ട്. സാറിന്റെ അനുഭവം നേരെ തിരിച്ചാണല്ലോ. വളരെ അടുപ്പമുള്ളത് കൊണ്ട് ഒരിക്കലും അങ്ങനെ ഈ എല്ലാവരോടൊന്നും അങ്ങനെ ഒരു അടുപ്പമുള്ളവരോടൊക്കെ അദ്ദേഹം തുറന്ന് എനിക്ക് അടുപ്പമുള്ള പലരെ അറിയാമല്ലോ. എൻ്റെ പ്രസൻസിലൊക്കെ ഞാൻ വളരെ തുറന്ന് സംസാരിക്കും. വളരെ അടുത്ത് സൗഹൃദം സൂക്ഷിക്കുന്ന പലരും ഉണ്ട്. അദ്ദേഹം സൂക്ഷിക്കുന്ന പലരുമായിട്ടും വളരെ അടുത്ത് സൗഹൃദം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം സാഹിത്യകാരൻ മാത്രമല്ല എം ടി സാർ എന്ന് പറയുന്നത്, അദ്ദേഹം സ്വന്തം ഒരു ചലച്ചിത്രകാരൻ കൂടിയാണല്ലോ. അപ്പോൾ ഈ സിനിമ എടുക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് സാറിന് തരുമ്പോൾ അതിൽ മറ്റു രീതിയിലുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനങ്ങളോ മറ്റോ ഉണ്ടാവാറുണ്ടോ സാർ? എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒന്നുമില്ല. ഈ എല്ലാവരും പറയാറുണ്ടല്ലോ, എം ടി വാസുദേവൻ്റെ തിരക്കഥയാണെങ്കിൽ ഒരു സംവിധായകൻ വേണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ടെൻഷൻ അനുഭവിച്ച് ചെയ്ത ഒരു സിനിമയാണ് എം ടി ഈ സുഹൃതം. കാരണം അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഓരോ കുത്തിനും കോമയ്ക്കും വരെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഒരു ഡയലോഗ് എഴുതുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഡയലോഗ് എഴുതിയിട്ട് ഒരു കോമയായിട്ടല്ല, കുത്തിൻ്റെ ടൈം വരെ ഒരു ഇന്ന സീൻ ഇത്ര മണിക്കാണ് നടക്കുന്നതെന്ന് വരെയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ദൃശ്യവ്യാഖ്യാനം നൽകുക എന്ന് പറയുന്ന ഒരു സംവിധാനം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ഒരു ചലഞ്ചായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് സുഹൃതം ചെയ്യുമ്പം ആദ്യം വായിച്ചപ്പം എനിക്കൊരു തോന്നിയത് എങ്ങനെ വരുമെന്നുള്ളത്. പിന്നെ എങ്ങനെ ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ അധികം പിന്നെ സെറ്റിലൊന്നും വന്ന് അങ്ങനെ നിർദ്ദേശങ്ങളൊന്നും അതങ്ങനെയൊന്നും ഉണ്ടാകാറൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ ഒരു തിരക്കഥ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളവർക്കേ അദ്ദേഹം കൊടുക്കാറുള്ളായിരിക്കും. അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്തവരൊക്കെ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് തിരക്കഥയ്ക്ക് വേണ്ടി ഇപ്പോഴും ചെല്ലാറുണ്ടല്ലോ. ഈ എല്ലാവരും പറയാറില്ലേ, ഞങ്ങളുടെ എല്ലാ സംവിധായകരും പറയാറുണ്ട്, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എം ടി വാസുദേവൻ ഒരു തിരക്കഥ ചെയ്യുകയാണ്. എല്ലാ നടന്മാരും നടികളും പറയാറുണ്ട്.